പതിറ്റാണ്ടുകളായുള്ള കാത്തിരിപ്പിന് വിരാമമിട്ട എറണാകുളം ചെങ്ങോലപ്പാടം റെയിൽവേ മേൽപ്പാലം നാടിന് സമർപ്പിച്ചു. പൊതുമരാമത്ത് മന്ത്രി പി.എ. മുഹമ്മദ് റിയാസ് ഓൺലൈൻ വഴിയാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. എറണാകുളത്ത് നിന്ന് ചോറ്റാനിക്കര വഴി കോട്ടയത്തേക്ക് പോകുന്ന യാത്രക്കാർക്കും കോട്ടയത്ത് നിന്ന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്കുള്ള യാത്രയ്ക്കും ഏറെ ഉപകാരപ്രദമാണ് ഈ മേൽപ്പാലം. ട്രെയിനുകൾ കടന്നു പോകുന്നതും കാത്ത് ചെങ്ങോലപ്പാടം റെയിൽവേ ഗേറ്റിൽ ഇനി യാത്രക്കാർ കാത്തിരിക്കേണ്ട. റെയിൽവേ മേൽപ്പാലത്തിലൂടെ ഇനി സുഗമമായി യാത്ര ചെയ്യാം. 2013 നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. 2018 പണി പൂർത്തിയായെങ്കിലും അപ്രോച്ച് റോഡ് നിർമ്മാണം വർഷങ്ങൾ നീണ്ടുപോയി. ഒടുവിൽ റെയിൽവേ മേൽപ്പാലം എന്ന സ്വപ്നം യാഥാർത്ഥ്യമായതിന്റെ ആഹ്ലാദത്തിലാണ് നാട്. എപ്പോഴും ഇവിടെ ബ്ലോക്കായിരിക്കും. എപ്പോഴും ശബരിമല സീസണിലാണ് ഏറ്റവും ആൾക്കാർക്ക് ശല്യം ഉണ്ടാകുന്നത്. ഒരു ട്രെയിൻ പോയി ചിലപ്പോൾ 2 ഉണ്ടെങ്കിൽ പിന്നെയും നീളുന്നത്. അപ്പോൾ അത് ഒഴിവായി കിട്ടിയത് ഈ നാട്ടുകാരെ സംബന്ധിച്ച് വളരെ ഒരു അനുഗ്രഹമാണ്. റെയിൽവേ ലെവൽ ക്രോസ് ഇല്ലാത്ത സംസ്ഥാനം എന്നതാണ് സർക്കാർ ലക്ഷ്യമെന്നും ഇതുവരെ 8 മേൽപ്പാലങ്ങൾ നാടിന് സമർപ്പിച്ചുവെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. പ്രമുഖരടക്കം നിരവധി പേരാണ് ഉദ്ഘാടന ചടങ്ങിനെത്തിയത്. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ റെയിൽവേ ക്രോസിംഗിന് മുകളിൽ അനാഥമായി കിടക്കുന്ന ഒരു നിർമ്മിതി മാത്രമായിരുന്നു ഇത് എന്നുള്ളത് നമുക്കറിയാം. ആ നിർമ്മിതിയാണ് പൂർത്തീകരിക്കപ്പെട്ടത്. വിവിധ ജില്ലകളിലേക്കുള്ള പ്രധാന പാതയായി മാറുന്നതോടെ ചെങ്ങോലപ്പാടം റെയിൽവേ മേൽപ്പാലം കേരളത്തിന് തന്നെ മുതൽക്കൂട്ടാകുമെന്ന് പിറവം എം.എൽ.എ. അനൂപ് ജേക്കബ് പറഞ്ഞു. 4.19 കോടി രൂപയാണ് 530 മീറ്റർ നീളവും 9 മീറ്ററിലധികം വീതിയുമുള്ള പാലത്തിന്റെ നിർമ്മാണ ചെലവ്. പാലത്തിന് ഒരു വശത്ത് നടപ്പാതയും ഇരുവശത്തും സർവീസ് റോഡുകളും നിർമ്മിച്ചിട്ടുണ്ട്. മീഡിയ 1 കൊച്ചി.